ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടർദാസ് ബ്ലോഗ്. സുഖമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ നാട്ടിൽ നിന്നില്ലേ ഏട്ടനും പിന്നെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോന് രണ്ടാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്ന്. അധികമില്ല, കുറച്ചുള്ളൂ. അമ്മേൻ്റെ അനിയത്തിയും പിന്നെ അമ്മേൻ്റെ അമ്മയാണ് സാധനങ്ങൾ അയച്ചുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതോ ബാഗ് ഇതിലാണ് കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് ചന്ദനം, അവിടുത്തെ നല്ല സ്മെല്ലല്ല കുറി ചന്ദനം പോലെ നല്ല സ്മെല്ലല്ല ചന്ദനം. രണ്ടെണ്ണുണ്ട്, ചോപ്പും മഞ്ഞയും. നല്ല സ്മെല്ല്. ഇതെന്താ? മുറബ്ബ. ഞാൻ മറന്നുപോയി ഇവിടെ എന്താ പറയാന്ന്. കണ്ടാ മനസ്സിലാവില്ല. അല്ല അമ്മ, വേറെ എന്തോ ആണ്. പിന്നെ എന്താ? സാൾട്ട്, ബ്ലാക്ക് സാൾട്ട് ഇട്ടോ ഇതില്. മുറബ്ബ. അത് സെയിം സാധനം തന്നെ തന്നെയാണ് ഇതില്. 2 kg അല്ലേ വെച്ച്? 2 kg ആണ്. നാനി അമ്മേന്റെ അമ്മയാട്ടോ കൊടുത്തയച്ചത്. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാ? അവിടെ വീട്ടിലുണ്ടാക്കിന് ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ടാക്കുന്നു. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാട്ടോ. വീട്ടിലുണ്ടാക്കിട്ട് വിൽക്കണതാ. അത് പൊരിച്ച് കഴിക്കണേ. തിലൗറി നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് പൊരിച്ച് കഴിക്കാന്. തിലൗറി. പിന്നെന്താ? ഇതൊക്കെ സെയിം സാധനം കേട്ടോ, പൊരിച്ചിട്ട് കഴിക്കുന്നതാ. പൊരിച്ചിട്ട് കാണിച്ചു തരാം, അവിടെ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം അമ്മ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഇത് സെയിം സാധനം. രണ്ടാൾ തന്നെ ഉണ്ടാവും. ചെത്തി ഒരു നാനി, രണ്ടാളയച്ചിട്ടുണ്ടാവും. അതാണ് നാനി തന്നെ ഉണ്ടാവും. ഒരു മൗഷി അമ്മന്റെ അനിയത്തിയും അമ്മന്റെ അമ്മയാട്ടത് ഒക്കെ അയച്ചത് ഫുള്ളും ഇതാ. അതുകൊണ്ട് 2 കവറില്. നമ്മളെ ഫേവറേറ്റ് സത്തു വന്നിട്ടുണ്ട്. 4 kg സത്തു എടുത്തിട്ടുണ്ട്. നിങ്ങള് പൂരി ഉണ്ടാക്ക, ലിറ്റി ഉണ്ടാക്ക. അത് സാൽട്ട്, എന്ത് സത്തു. അത് തന്നെ, അത് ഇതന്നെ മൗഷി. പിന്നെന്താ? അതെന്താ? പാപ്പറം. ഇതെന്താ? പേര. മിഠായി. നാട്ടില് മിഠായി. നല്ല ടേസ്റ്റ് ആണ്. എന്റെ പേര് സുധ. സുരഭി. സുധ. മിഠായിയാണ് ഇത്. പേട കലക്കണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് നോമ്പറിയാൻ അപ്പം കഴിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് നോമ്പാ, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. സാല അമ്മ നാളെ കഴിക്കാം. പിന്നെ ഇതില് എവിടേക്ക് പോയി ഇതിലെന്താ? സെന്തൂരു. അതിലെന്തൊക്കെ കഴിച്ചാൽ അമ്മയ്ക്ക് വേണ്ടിട്ട്. കേരളത്തിന്റെ നാട്ടിലെ തോന സെന്തൂര് സെന്തൂരം. ചന്ദനം കൊറേ കഴിച്ചിട്ടുണ്ട് അമ്മ. ഇത് എത്ര കൊടുക്കും. അമ്മ ഇതൊക്കെ കൊണ്ടുപോയിട്ടില്ലേ? കമ്പനി കൊണ്ടുകൊടുക്കും ചേച്ചിമാർക്ക്. ഇതൊക്കെ കൊണ്ടുപോകും അമ്മ നാളെ പണിക്ക് പോകും. ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല ഒറിജിനൽ ചന്ദനം. ഹായ്. പിന്നെ സെന്തൂരം. ബാബാ ഉത്തപ്പം ഉണ്ടാക്കി. ഞാൻ ഉത്തപ്പം ഉണ്ടാക്കാൻ പോവാ. അവിടെ തന്നെ. അപ്പോൾ ഗായ്സ് ഇത്ര സാധനങ്ങൾ കേട്ടോ.
കുറച്ചേ ഉള്ളൂ. മീൻസ് ഇത് കുറച്ചല്ല, നമുക്ക് വേണ്ടി കുറേയാണ്. പക്ഷെ ഓര് പറയാം കുറച്ച് അയച്ചിട്ടുള്ളൂ കേട്ടോ എന്ന്. ഇതിൽ അമ്മേൻ്റെ അനിയത്തിയും അമ്മമ്മ ആണ് കേട്ടോ സാധനങ്ങളൊക്കെ അയച്ചത്. അമ്മേൻ്റെ അനിയത്തിന് എന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങളവിടെ മാസി എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ പോലെയാണല്ലോ. അപ്പം മാസി കേട്ടോ, മീൻസ് അമ്മേനെ പോലെ തന്നെയുള്ള സ്നേഹം ചെയ്യുക. ഇന്നൊക്കെ നല്ല നോക്കണ്ട കേട്ടോ. അമ്മേൻ്റെ അനിയത്തി അവർക്കാകെ ഒരു മോനുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ സ്വന്തം മക്കളുമാരെയാണ് നോക്കുക. ഞങ്ങൾ അവിടേക്ക് ഓരോ വീട്ടിലേക്ക്, ഞങ്ങൾ ബീഹാറിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഓരോ വീട്ടിലോട്ട് നിൽക്കുക. ഇവിടെ അച്ഛമ്മേൻ്റെ അടുത്തൊന്നും നിൽക്കില്ല, ഓരോരുത്തർ നിൽക്കുക. ഓരാണ് അധികം മീൻസ് സ്നേഹിക്കുക. അപ്പം അങ്ങനെ എപ്പോഴും പോവുകയാണെങ്കിൽ അവിടെ നിൽക്കും. അമ്മ വരെ അവിടെ നിൽക്കില്ല, അമ്മേൻ്റെ അനിയത്തിൻ്റെ കൂടെ പോയി നിൽക്കുക കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഞാൻ കുറച്ച് സാധനം അയച്ചിട്ടുള്ളൂ കേട്ടോ, ഇനി പിന്നെ അയച്ചു തരണമെന്നൊക്കെ. പിന്നെ ഇവർക്ക് എടുക്കാനും മടി. മീൻസ് 3 ദിവസം ട്രാവലാവല്ലോ. അപ്പോൾ ശരിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ സാധനം കൊണ്ടുവരുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് മടിയോണ്ട് കുറേ സാധനം ഒഴിവാക്കിയിട്ടോ എന്തൊക്കെയോ കുറേ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ഇവർ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം മാറ്റി വെച്ച്. എന്തായാലും നമ്മളിഞ്ഞി പോകുമ്പോൾ കൊണ്ടുവരാം കുറേ സാധനം. ഇത്രയും കിട്ടിയില്ലേ, അതെന്താ ധാരാളം. അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനും വന്നിട്ടുണ്ട് കേട്ടോ. ഓനില്ലേ ഞങ്ങളവിടെ പോയാൽ പറയും കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല പ്ലേസ് ആണെന്നൊക്കെ. അപ്പോൾ ഓനക്ക് കാണുന്ന പൂതി. അപ്പോൾ അമ്മ പറഞ്ഞു പോര്, നമ്മളല്ലേ ഇവിടെ കാണിച്ചു തരാമെന്നൊക്കെ. അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ കേരളം എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ എനിക്കെന്തായാലും ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു. ഇപ്പോൾ പിന്നെ ന്യൂ ഇയറിൻ്റെ ടൈമാണല്ലോ. അപ്പോൾ കുറേ സ്ഥലത്ത് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, മാനേജറൊക്കെ അവിടെയൊക്കെ കൊണ്ടുപോകാം. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ. പറയാൻ പറ്റില്ല, ചിലപ്പം പോവില്ല. ചിലപ്പോൾ ഒരു ഏട്ടന്മാർ മാത്രം പോകും, പിന്നെ കൊണ്ടുപോകില്ല. സാരില്ല, എനിക്ക് വലിയ ഏട്ട എവിടെ പറഞ്ഞാലും കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോവാം, നോക്കാം. എൻ്റെ കൈ വേദനിക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഇവിടെ മട്ടൻ ഉണ്ടാക്കണം. ഞാൻ ആ വീഡിയോ അത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. എന്താ പറയുക, ഇന്ന് എനിക്ക് വീഡിയോ ഇല്ലായിരുന്നു, എന്താ അപ്ലോഡ് ചെയ്യാൻ ആലോചിക്കുന്നു. അപ്പം അമ്മ പറഞ്ഞ് സാധനം കൊണ്ടുവന്നിട്ടില്ലേ അത് എടുത്തിട്ടോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് പോയിട്ട് മട്ടൻ കൊണ്ടുവന്ന് ഏട്ടൻ്റെ കൂടെ പോയിട്ട് ഞാനിട്ടോ വണ്ടി ഓടിച്ച്. ഞാൻ ആ വീഡിയോ ഉണ്ട്, ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും, അപ്പോൾ കാണിച്ചു തരാം. പിന്നെ മട്ടൻ വാങ്ങി. പിന്നെ ഇന്ന് അമ്മ ഉത്തപ്പം ഉണ്ടാക്കണം. ഇവിടുത്തെ ഫുഡ് ഫസ്റ്റ് തന്നെ കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഓനക്ക് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ചോദിക്കേണ്ട എങ്ങനെ ഉണ്ടെന്ന്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉത്തപ്പം ഉണ്ടാക്കുമ്പോൾ. നല്ല ടേസ്റ്റല്ലേ? അതന്നെ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇഡ്ഡലി ആയാലും ഉത്തപ്പായാലും. നിങ്ങളെന്താ പറയുക, ഉത്തപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ അടുത്ത വീടുണ്ടാവും കേട്ടോ. ഉത്തപ്പാണോ കുത്തപ്പം എനിക്കറിയാം, ഉത്തപ്പം തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്തിട്ട്. നമുക്ക് കാണും പപ്പടം, വലിയ പപ്പടം. ഇത് ഞാൻ ഇങ്ങനെയും ഫ്രൈ ചെയ്യും. പിന്നെ 4 പീസാക്കിയിട്ടും ഫ്രൈ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് പപ്പടം. ഇതിൽ ജീരകമൊക്കെ വെച്ചിട്ടുള്ള ആണ്. നിങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, ഫ്ലിപ്പിലൊക്കെ. പക്ഷെ ഫ്ലിപ്പിൻ്റെ കാര്യം ടേസ്റ്റ് ഇതാണ്. നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഫ്ലിപ്പിലൊക്കെ എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും കുറേ സാധനങ്ങളായി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ.